ക്രിക്കറ്റ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ KKR സൂപ്പർ ഓവർ LSG തകർത്ത് വിട്ടു. മത്സരം കാണാത്തവർക്ക് നഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. സൂപ്പർ ഓവർ വരെ കളി പോയി. ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഓവർ ആയിരുന്നു ഇന്നലെ കണ്ടത്. ടോസ് കിട്ടിയിട്ട് LSG നായകൻ ഋഷഭ് പന്ത് ബൗളിംഗ് തിരഞ്ഞെടുത്തു. എഗാന സ്റ്റേഡിയത്തിലാണ് കളി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയ സ്കോറൊന്നും ലക്നൌവിൽ ജയിക്കേണ്ട ഒരു 160 170 ഒക്കെ വന്നാൽ തന്നെ അതിൽ നല്ല ടോട്ടലായിട്ട് കൂട്ടാൻ പറ്റുമെന്ന്. ടിം സൈഫോർട്ടും രഹാനെയും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്തു. പക്ഷെ അത്ര നല്ല ഓപ്പണിംഗ് കൂട്ടുകൾ തുടക്കമായിരുന്നില്ല. യഥാർത്ഥത്തിൽ കൊൽക്കത്തക്ക് സംഭവിച്ചത് ടിം സൈഫോർട്ടിനെ ഡക്കിൽ പറഞ്ഞു വിടുന്നു. രഹാനെക്കും വില്ലുണ്ടാക്കാൻ വിടുന്നത്. രഹാനെ 10 റൺസ് എടുക്കുന്നു. 2 വിക്കറ്റും എടുക്കുന്ന മോഹ്സിൻ ഖാനാണ്. രണ്ടാമത്തെ ഓവറിലാണ്, അതായത് ഒരു ഓവർ 6 ബോൾ. രണ്ടാമത്തെ ഓവർ ലാസ്റ്റ് പന്തിലാണ് മോഹ്സിൻ ഖാൻ ടീം സൈഫോർട്ടിന് വിക്കറ്റ് എടുക്കുന്നത്. അദ്ദേഹം 3 പന്തിൽ 0 റൺസുമായി സൈഫോർട്ട് മടങ്ങുന്നു. പിന്നെ കഴിഞ്ഞിട്ടില്ല. നാലാമത്തെ ഓവറിൽ വീണ്ടും വിക്കറ്റ്. 16-2. ഇത്തവണ വിക്കറ്റ് മോഹ്സിൻ ഖാനാണ് അടിക്കുന്നത്. അങ്ങനെ പവർ പ്ലേയിൽ തന്നെ ബിഗ് പ്രഷർ കൊടുക്കുന്നു KKRന്. പിന്നെ അവർക്ക് നമ്പർ 3 രഘുവൻഷിയാണ് പിന്നെ ഇറങ്ങുന്നത് 1 ഡൗൺ ആയിട്ട്. രഘുവൻഷിയുടെ വിക്കറ്റും പോകുന്നു. രഘുവൻഷിയുടെ വിക്കറ്റ് യഥാർത്ഥത്തിൽ പോകുന്നത് 4-ാമത്തെ ഓവറിൽ അവസാനത്തെ പന്ത് 5-ാമത്തെ ഓവറിലാണ് സംഭവം നടക്കുന്നത്. 4.6 അത് രഘുവൻഷി അടിക്കുന്നു. അത് ഓടുന്നു. പക്ഷെ പകുതി ഗ്രീൻ ഇതാക്കുന്നു. അപ്പോൾ തിരിച്ചോടണമല്ലോ, അതുകൊണ്ട് അദ്ദേഹം അങ്ങനത്തെ ഓടി വന്നു. പക്ഷെ അത് റൺഔട്ട് ആകുമ്പോൾ മേത്തെ ടോപ്പ് സ്ട്രക്ട് ഫീൽഡാക്കി വലിയ വിവാദമായിട്ടുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് വീണ്ടും തന്നെ ചെയ്യേണ്ടി വരും. ഏതായാലും അദ്ദേഹം അങ്ങനെ പോകുന്നു. അദ്ദേഹത്തിന് ഫ്രസ്ട്രേറ്റഡും. അദ്ദേഹം പോകുമ്പോൾ ആ ഹെൽമെറ്റ് വലിച്ചെറിഞ്ഞു ബാറ്റൊക്കെ അടിച്ചു പോകുന്നവരെ കണ്ടില്ലേ. അഭിഷേക് നായർ ആർഗ്യുന്ന കണ്ടില്ലേ പുറത്ത് ഒഫീഷ്യലായിട്ട്. ഇത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ വിവാദമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോ രഘുവൻഷി അങ്ങനെ പോകുന്നു. പിന്നെ റൗമൻ പവൽ വരുന്നു. പക്ഷെ പവലിനെയും അവരെടുക്കുന്ന കാഴ്ച കണ്ടില്ലേ. പവലും അധികം വൈകാതെ 31-ാമത്തേക്ക് പവലും പോകുന്നു. 31-4. അപ്പോ ഈ ഘട്ടത്തിൽ പോകുമ്പോൾ എന്താ സംഭവിച്ചത്? കൊൽക്കത്ത വലിയ പ്രഷറിലേക്കാണ് യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം പവർ പ്ലേയിൽ 31 റൺസും 4 വിക്കറ്റുകളും പോയി. ക്യാമറോൺ ഗ്രീനും ഒരു ഘട്ടത്തിൽ മനീഷ് പാണ്ഡെ പേടൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടു. പക്ഷെ അദ്ദേഹത്തിന് ഇറക്കിയിട്ടില്ല. റിങ്കുവും ഗ്രീനും ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രീൻ അധികം വൈകാതെ ഗ്രീന്റെ വിക്കറ്റും മോഹ്സിൻ ഖാനും പറഞ്ഞു വിടുന്നു. അങ്ങനെ നിങ്ങൾ നോക്കണം. രഹാനയുടെ വിക്കറ്റ്, ടിം സൈഫോർട്ടിന്റെ വിക്കറ്റ്, ക്യാമറോൺ ഗ്രീന്റെ വിക്കറ്റ്, റൗമൻ പവലിന്റെ വിക്കറ്റ്, 4 വിക്കറ്റ് കൊടുക്കാനാണ് മോഹ്സിൻ ഖാൻ. അതേ വളരെയധികം നല്ല രീതിയിൽ പങ്കിട്ടുണ്ട്. അത് മാത്രമല്ല IPL 5 മെയ്ഡിലും 3 മെയ്ഡിലായിരുന്നു മോഹ്സിൻ ഖാൻ. അദ്ദേഹം ഇപ്പോ IPL സ്റ്റാർ ഓഫ് ദി പ്ലെയർ ആണ് എന്ന് തന്നെ സംശയം പറയേണ്ടി വരും. അത്രയും മികച്ചതിലാണ് മോഹ്സിൻ ഖാൻ അറിയുന്നത്. LSG ബോളിംഗ്. LSG ടീം പരാജയപ്പെടുന്നത് ശരി, പക്ഷെ മോഹ്സിൻ ഖാൻ കളി ജയിപ്പിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം മാത്രമാണ് 100% എഫേർട്ട് ഇട്ട് കളിക്കുന്നത്. റിങ്കുടെ കാര്യം എടുത്ത് പറയണം. അദ്ദേഹം ഇന്നലെ 83 റൺസ് അടിച്ചു. അദ്ദേഹത്തിന്റെ ആ പ്രകടനത്തിലാണ് യഥാർത്ഥത്തിൽ KKR 155-ലേക്കൊക്കെ എത്തുന്നത്. ഈ പിച്ചില് ഒരു പിടിക്കാൻ പറ്റുമെന്ന ടോട്ടലിലേക്ക് റിങ്കു വന്ന് എത്തിക്കുന്നത്. റിങ്കു അവസാന ഓവറിൽ ദിഗ്വിജയ് ഷാത്തിക്ക് കൊടുത്ത് 4 സിക്സറുകൾ ഉണ്ടല്ലോ. ആ ഘട്ടത്തിലാണ് കളി യഥാർത്ഥത്തിൽ മാറി. അദ്ദേഹം ഫസ്റ്റ് പന്ത് ഡോട്ട് ആവുന്നു. പിന്നെ 6, പിന്നെ 6, പിന്നെ 6, പിന്നെ 6. അവസാനത്തെ പന്തിന് വൈഡ് ആവുന്നു. പക്ഷെ അത് റിവ്യൂ എടുക്കുമ്പോൾ നോൺ വൈഡ് ആവുന്നു. അല്ല, ആദ്യം നോൺ വൈഡ് റിവ്യൂ എടുക്കുന്നത് ഓവർടേൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഡിസിഷൻ. അങ്ങനെ അവന് 185 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. റിങ്കു സിംഗിന്റെ പ്രകടനം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ആ പ്രകടനത്തിനോടുകൂടിയാണ് KKR ടോട്ടലിലേക്ക് ഇങ്ങനെ എത്താൻ സാധിച്ചതെന്ന് കൂടി പറയാം. കാരണം പവർ പ്ലേയിൽ തന്നെ നല്ല പ്രഷറായി ടീം. പിന്നെ റിങ്കു സിംഗ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മുന്നോട്ട് പോയി. ഇന്നത്തെ ഘട്ടത്തിൽ ബൗണ്ടറികളൊക്കെ അടിച്ചു. ബൗളിംഗിന്റെ കാര്യത്തിൽ ഷമി 4 ഓവർ 34. പക്ഷെ മോഹ്സിൻ ഖാൻ 4 ഓവറിൽ ഒരു ബേഡിൽ 23 റൺസോട് 5 വിക്കറ്റ് കാണികൾക്ക് ആദ്യ ഫൈവറാണ് മോഹ്സിൻ ഖാന് കിട്ടുന്നത്. ആദ്യത്തെ ഫൈവറാണ് മോഹ്സിൻ ഖാന് കിട്ടുന്നത്. പിന്നെ പ്രിൻസ് അബിന് 4 ഓവർ 24-0. ദിഗ്വിജയ് ഷാത്തി 4 ഓവർ 46-0. കാരണം അത് ആ ഘട്ടത്തിൽ ആദ്യം അദ്ദേഹത്തിന് 20 റൺസ് കൊടുത്തു. ആ ഒരു വിശ്വാസത്തിലാണ് 11 സ്പിന്നേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിശ്വാസത്തിലാണ് ദിഗ്വിജയ് ഷാത്തി കൊടുക്കുന്നത്. പക്ഷേ റിങ്കു ആന അടിച്ചപ്പോൾ ദിഗ്വിജയ് ഷാത്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയി. പിന്നെ ജോർജിന് ഇന്ത്യക്കും അടി കിട്ടുന്നു. എയ്ഡൻ മാർക്കത്തിന് അടി കിട്ടുന്നു. എയ്ഡൻ മാർക്ക് 2 ഓവറിലും പോയി കൊടുക്കുമ്പോൾ ജില്ലിന്റെ 2 ഓവർ 18 കൊടുക്കുന്നത്. അപ്പൊ ഈ ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ KKR 185 റൺസ് അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു ടോട്ടലാണ് അവർ എടുത്തുകൊണ്ടിരുന്നത്. കാരണം 15 റൺസ് ഒക്കെ പറഞ്ഞാൽ ഈ പിച്ചിൽ കുറച്ച് 185 റൺസ് ഒക്കെ 185 റൺസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിച്ചില് അത്യാവശ്യം വലിയ ടോട്ടൽ തന്നെയാണ്. ഒരു സംശയങ്ങളും വേണ്ട കാര്യത്തില്. പിന്നെന്താണ് ഉണ്ടായെന്നറിയോ?
മറുപടി ബാറ്റിംഗിൽ ഏഡൻ മാർക്രവും മിച്ചിൽ മാഷും ചേർന്നിട്ടാണ് ഇപ്രാവശ്യം ഓപ്പണിംഗ് ഇറങ്ങിയതായിരിക്കും. പക്ഷേ മാഷിനെ തുടക്കത്തിലെ പറഞ്ഞു വിടുന്ന കാഴ്ചയിലെ കണ്ടത്. മിച്ചിൽ മാഷിനെ ക്യാമറോൺ ഗ്രീനിന്റെ പന്തിൽ പിടിച്ച് പുറത്താകുന്നു. മിച്ചിൽ മാഷിനെ 5 ഓവറുകളുടെ പന്തിൽ ബ്രൗമൻ വെച്ച് കണ്ടതായി സൂപ്പർ ക്യാച്ചായിരുന്നത്. 2 റൺസുമായി മിച്ചിൽ മാഷ് വന്നു. പിന്നെ ക്യാപ്റ്റൻ ഋഷഭ് പന്തും ഏഡൻ മാർക്രവും കൂടി വളരെ പതുക്കെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും. വളരെ പതുക്കെ അവര് യഥാർത്ഥത്തിൽ 10 ഓവറാകുമ്പോ 10ാമത്തെ റൺസിന് 10-2 65 പോകുന്ന ഏഡൻ മാർക്രമാണ്. മാർക്രത്തെ ആ റിംഗ് എടുത്തൊരു ക്യാച്ച് തന്നെ സൂപ്പർ ക്യാച്ച് ആയിരുന്നു. ബൗണ്ടറിനെ പിടിച്ച് ക്യാച്ച്. പിന്നെ അവിടെ നിന്ന് കൊളാപ്സിലേക്ക് പോയി ഋഷഭ് പന്ത് 42 റൺസ് ഇട്ട് മടങ്ങുന്നു. സുനിൽ നരേന്റെ പന്തിൽ ടീം സെക്കോട്ട് പിടിച്ച് പുറത്താകുന്നു. നിക്കോളാസ് പൂറനെ അതായത് സീസണില് എന്താണ് കളിക്കുന്നത് എന്നറിയില്ല. അത്രയും വേസ്റ്റ് ഫോമിലാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിക്കോളാസ് പൂറ ഇന്നലെ 12 പന്തിൽ 9 റൺസാണ് എടുത്തത്. അദ്ദേഹത്തിന് ടൂർണമെന്റ് ഒരു കളി പോലും 100ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് വെക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അദ്ദേഹം ഇന്നലെ 75 സ്ട്രൈക്ക് റേറ്റാണ് കളിച്ചത്. 12 പന്തിൽ 9 റൺസുമായി മടങ്ങി. 6 അദ്ദേഹം അടിച്ചിട്ടുള്ള കാര്യം മറക്കുന്നില്ല. പിന്നെ ആയുഷ് ബഡോണിക്കും കാര്യമായി കളിച്ചില്ല. 19 പന്തിൽ 24 റൺസുമായി വരൻ ചക്ര എടുത്ത് വിടുമ്പോൾ മുകുൾ ചൗധരിയും റിങ്കു സിംഗും ക്യാച്ച് എടുത്ത് വിടുന്നു. അതും അനുകൂൽ റേയാണ് വിക്കറ്റ് കിട്ടുന്നത്. ഹിമ്മത് സിംഗ് അവസാനം എന്തൊക്കെ നോക്കി 2 4 6 ഒക്കെ അടിക്കാൻ നോക്കി. പക്ഷെ അദ്ദേഹത്തിന് കളി വിജയിപ്പിക്കുന്നത് 10 പന്തിൽ 19 റൺസിൽ അദ്ദേഹത്തോട് ജോർജ് 8 ഷാമി 11. ഈ ഘട്ടത്തിൽ ശരിക്ക് പറഞ്ഞാൽ മുകുൾ ചൗധരി പോകുമ്പോൾ ടീം ടോട്ടൽ 93 റൺസ്. അവിടെ നിന്ന് ബഡോണി പോകുന്നു. അവരെല്ലാവരും പോകുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവസാന ഓവറിൽ പക്ഷെ ത്രില്ലിംഗ് ഓവറായി കൂട്ടിവരുന്നത്. കാരണം അതിന് പ്രധാനമായിട്ട് പറയേണ്ട കാരണം ഇപ്പൊ നമ്മുടെ കാർത്തിക് ത്യാഗർ ആ ഓവറിൽ യഥാർത്ഥത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 ലോ ബോളൊക്കെ അവസാനം കിട്ടിയതിന്റെ കുറച്ച് ടൈറ്റ് ലോ ബോൾ എറിയുന്നു, 3 വീണ്ടും ലോ ബോൾ ആവുന്നു, പിന്നെ 4 അടിക്കുന്നു, ഔട്ട് ആവുന്നു, ഷാമ്പി അവസാനം 6 അടിച്ച് ഡ്രോ ആക്കുന്നു. അങ്ങനെ സൂപ്പർ ഓവറിലേക്ക് വരുന്നു. അതാ പറഞ്ഞ കളി കാണാത്തവർക്ക് നഷ്ടമാണ്. മികച്ച രീതിയിലാണ് ഇവരെ എന്റെ ടീം കളിച്ചത്. അവസാന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ KKR കളിയൊക്കെ ഇംഗ്ലീഷിലുണ്ട് മത്സരം. പക്ഷെ എന്നാൽ സൂപ്പർ ഓവർ ആവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക. മുകുൾ ചൗധരി യഥാർത്ഥത്തിൽ ഔട്ടാവുന്നത് LSG ഏകദേശം മത്സരം കൈവിട്ടിട്ടുണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ്. കാരണം പിന്നെ ഹിമ്മത്ത് നിന്ന് അടിക്കുന്ന കപ്പാസിറ്റി ഒന്നും അദ്ദേഹത്തിന് അടിച്ചാൽ നമുക്ക് അറിയാൻ എത്രത്തോളം അടിക്കാൻ പറ്റുമെന്ന്. അദ്ദേഹം 2 4 6 ഒക്കെ അടിച്ചിട്ടാണ് അദ്ദേഹം ജോർജ് 2 ഗോൾ അടിക്കാണ്ട് അവസാന ഓവറിൽ ഷമിക്ക് സൂപ്പർ ഓവർ ആക്കുന്നത്. പക്ഷേ സൂപ്പർ ഓവറിൽ എന്താണ് സംഭവിച്ചത്? സൂപ്പർ ഓവറിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സുനിൽ നരേന്റെ മുമ്പിൽ നിക്കോളാസ് പൂറിനെ പറഞ്ഞത് ഒരു ബേസ്റ്റ് ഡിസിഷനാണ്. ഇന്നലെ തന്നെ പറഞ്ഞതാണ് എല്ലാവരും. നിക്കി പി ഇപ്രാവശ്യം നിക്കി പി ഫോം ഔട്ടാണ്. പിന്നെ സുനിൽ നരേന് മുമ്പിൽ ഇന്ത്യ റെക്കോർഡും ഇല്ലാത്ത പേരാണ് നിക്കി പി. അദ്ദേഹത്തിനെയാണ് ഓപ്പണിങ്ങിൽ ഇറക്കി വിടുന്നത്. എന്താണ് സംഭവിച്ചത്? ഫസ്റ്റ് പന്തിലാണ് നിക്കോളാസ് പൂറിനെ ഔട്ടാക്കുന്നത്. ഓഫ് ബ്രേക്കർ നിക്കോളാസ് പൂറിനെ കംപ്ലീറ്റ്ലി മിസ് ആവുന്നു, ഔട്ട് ആകുന്നു. കഴിഞ്ഞിട്ടില്ല. പന്ത് സ്റ്റെപ്പ് ഔട്ടാണ്. അദ്ദേഹത്തിന് സിംഗിൾ മറക്കത്തിന് ഔട്ടാക്കാൻ അങ്ങനെ 1 റൺസ് 2 റൺസാണ് ഉണ്ടായത്. പക്ഷേ ഇന്നിംഗ്സിന് പറ്റിപ്പോയാൽ മോശം മികച്ച ബോളാണ്. പക്ഷെ അദ്ദേഹത്തിന് വലിയ കളിക്കൽ കാരണം അദ്ദേഹത്തിന് ഇമ്പാക്ട് പുറത്താക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പ്രിൻസ് അതിന് പന്ത് കൊടുത്തു. ഫസ്റ്റ് പന്തിൽ തന്നെ ബൗണ്ടറിക്ക് വരുന്നു. അങ്ങനെ LSG കളി കൈവിടുന്ന കാഴ്ച കണ്ടില്ലേ? സൂപ്പർ ഓവർ എടുത്ത് പറയേണ്ട ഒന്നാണ്. അതായത് കൊൽക്കത്ത 10ാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 5 പോയിന്റിന് കൊൽക്കത്ത 8ാമതാകുമ്പോൾ ഏറ്റവും 4 പോയിന്റുമായി 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുമുണ്ട്. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീട്ടിലെത്താം.